ഏതായാലും ഇന്ത്യയുടെ വലിയ തിരിച്ചടി വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ. ഈ അവസരത്തിൽ നമ്മൾ പാകിസ്ഥാനിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് പുതിയ വാർത്തകളെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ പാകിസ്ഥാൻ്റെ മാധ്യമങ്ങളും പരിശോധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ അവരുടെ പ്രതിരോധ മന്ത്രി ആസിഫിൻ്റെ, അത് ഖാജ ആസിഫ് ആണുവായത് ഉപയോഗിക്കുമെന്നൊക്കെ ഡെയിലി വന്ന് പറയുന്ന ഖാജ ആസിഫിൻ്റെ ട്വീറ്റാണ് ആദ്യം എത്തിയത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം വളരെ രസകരമാണ്. പാകിസ്ഥാൻ്റെ സൈന്യം ഇന്ത്യയിലേക്ക് ഇരച്ചു കയറുകയും ഇന്ത്യൻ സൈന്യം പോസ്റ്റുകൾ വിട്ട് ഓടിപ്പോവുകയും ഒടുവിൽ ഇന്ത്യൻ സൈന്യം വെള്ളക്കൊടി വീശിയത് മൂലം അവർ കീഴടങ്ങുകയാണ് എന്നതുകൊണ്ട് തങ്ങൾ ആക്രമണം നിർത്തിയെന്നാണ്. പക്ഷേ ഈ പോസ്റ്റിന് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പോസ്റ്റ് എഡിറ്റ് ചെയ്ത് ഇടുകയുണ്ടായി. ഇതിലും രസകരമാണ് പാകിസ്ഥാനിലെ പ്രമുഖ പത്രമായ ഡോൺ ഉൾപ്പെടെ ഉള്ള ഇതിലെ കാര്യങ്ങൾ. അതിനേക്കാൾ പ്രധാനമുണ്ട് അവിടുത്തെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹമീദ് മിർ. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇന്ത്യയുടെ 9 വിമാനങ്ങൾ പാക് സൈന്യം വെടിവെച്ചിട്ടു എന്നാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് 6 എണ്ണമാക്കിയിട്ടുണ്ട്. ഡോൺ പത്രം പറയുന്ന 5 വിമാനങ്ങളാണ്, അതിലൊന്ന് റഫേലാണ്. ഇന്ത്യൻ സേന ഒരിക്കലും തങ്ങൾ ഏതൊക്കെ വിമാനങ്ങളാണ് ഈ പ്രത്യാക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് റഫേലുണ്ട്, നമ്മളുടെ ഒരു വേർഷൻസ് അതിൽ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ മാധ്യമങ്ങളാണെന്ന് സേന ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും റഫേൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായതുകൊണ്ട് ഒരു റഫേലും ബാക്കി 4 ജെറ്റുകളുമാണ് വെടിവെച്ച് ഇട്ടതെന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ചിത്രം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പക്കലുള്ള JF-17 തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ചിത്രമാണ്. ഏതായാലും മറ്റൊന്ന്, ഇന്ത്യൻ 3 സൈനികരെ തടവിലാക്കിയിട്ടുണ്ട്. ശ്രീനഗർ വിമാനത്താവളം തകർത്തു, ഇന്ത്യയുടെ 15 ഇടങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി എന്നാണ്. ഇതിന് കാണിച്ച വിഷ്വലാണ് അതിലും വലിയ രസകരം. ബലൂചിസ്ഥാനിൽ നടന്ന സ്ഫോടനത്തിൻ്റെ വിഷ്വൽസാണ് കാണിച്ചത്. ഏതായാലും അവർക്ക് ഇങ്ങനെയൊക്കെ വാർത്ത ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം മാനസികമായി തന്നെ അവർ തകർന്നു പോയ ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടുത്തെ ജനതയെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിർത്താൻ ഇത് ഉപകരിക്കുമെങ്കിൽ നല്ല കാര്യമാണ്. ഏതായാലും ഇതുമൂലം അവിടുത്തെ എന്താണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ പരത്തുന്ന വാർത്തകൾ എന്നറിയാൻ ഒരു കൗതുകം കൊണ്ട് കയറി നോക്കിയതാണ്. ആ കൗതുകം കണ്ടപ്പോൾ അത് നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് തോന്നി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.